ബിഷാൽ നമസ്കാരം. നമ്മുടെ മലയാള മാധ്യമങ്ങളെല്ലാം ഈ ഇസ്രായേല് ലബനനിൽ ആക്രമണം നടത്തുന്നത് കേവലം ആക്രമണമാണ് എന്ന് പറഞ്ഞാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ വരുന്ന സൂചനകൾ അനുസരിച്ച് ഇത് ആക്രമണമല്ല, ഇത് യുദ്ധം തന്നെയാണ് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അമേരിക്ക അടക്കം ഇസ്രായേലിനോടൊപ്പം ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പൊ ലബനോനിൽ കനത്ത വ്യോമാക്രമണമാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയത് എന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതോടുകൂടി മുഴുവനായിട്ടുള്ള മരണം 492 കടന്നു എന്നും അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ജനങ്ങളോട് ഒഴിഞ്ഞു പോകാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. 80,000 ലബനീസ് ജനതയാണ് കുടിയൊഴിപ്പിക്കുന്നത് എന്നാണ് പല ആൾക്കാരും പറയുന്നത്. കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്ത, പുറത്തു വന്ന ഒരു വാർത്തയുണ്ട്, അതിന് കൂടെ എനിക്കൊരു പ്രതികരണമാണ്. യഹ്യ സിൻഹ അവൻ കൊല്ലപ്പെട്ടു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഹമാസിന്റെ തലവനാണ്. അപ്പൊ ഹമാസ് അനാഥമായി. അപ്പൊ ഇനി ഹമാസിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും അവർ ഏകോപിക്കുക എന്നുകൂടെ എനിക്ക് അറിയാനായിട്ട് ഒരു ആഗ്രഹമുണ്ട്. ഇപ്പോ ബെയ്റൂട്ട് മൊത്തത്തിൽ ഇവര് സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ ആക്രമണം തുടരുന്നത് എന്ന് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ മരണസംഖ്യയാണ് ഇതിൽ ഏറ്റവും ഭയാനകം എന്ന് പറയുന്നത്. നമുക്ക് പ്രവചനാതീതമായ രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ലെബനൻ പറയുന്നത് ജനങ്ങൾക്ക് ഒഴിഞ്ഞു പോകാനായിട്ട് ഓട്ടോമാറ്റഡ് കോളുകൾ അവർ ജനങ്ങളുടെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ടെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് നമ്മൾ ഇവിടെ ഇന്ത്യയിൽ ഇരിക്കുമ്പോൾ നമുക്ക് നാളെ അമേരിക്കയിൽ നിന്നോ ചൈനയിൽ നിന്നോ നമ്മുടെ ഫോണിലേക്ക് കോൾ വരികയാണ്, നിങ്ങൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം, നമ്മൾ ഇവിടെ ആക്രമിക്കാൻ പോവുകയാണ്. അതിന്റെ രണ്ടുണ്ട് അർത്ഥം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ രാജ്യത്തെ സുരക്ഷ ഇതല്ല എന്ന് അർത്ഥമുണ്ട്. രണ്ടാമത്തെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവരുടെ സംവിധാനം, അതായത് മൊസാദ് പോലെയുള്ള ആൾക്കാരുടെ സംവിധാനം ഇവരുടെ ഫോണുകളിലേക്ക് അൺനോൺ നമ്പറുകളിൽ നിന്ന് കോളുകൾ വരികയാണ്. എന്നിട്ട് പറയുകയാണ് ഒഴിഞ്ഞു പോകണം എത്രയും പെട്ടെന്ന്. പക്ഷെ ഇവർ ഒഴിഞ്ഞു പോകാൻ തുടങ്ങുമ്പോഴേക്കും വ്യോമാക്രമണം നടത്തുന്നു എന്നാണ് ലെബനന്റെ സർക്കാരിന്റെ ഒരു ഇരവാദം എന്ന് പറയുന്നത്. അതുകൊണ്ട് അവിടുത്തെ സാധാരണ ജനങ്ങളും കൊല്ലപ്പെടുന്നു എന്ന് പറയുന്നു. അപ്പൊ ഇസ്രായേൽ പറയുന്നു അങ്ങനെയല്ല, ഒരു സാധാരണ ജനങ്ങളൊന്നും അല്ല, 300 ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലാണ് നമ്മൾ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്കിടയിൽ ഹിസ്ബുള്ളയുടെ, അതായത് സാധാരണ ജനങ്ങൾ ഹിസ്ബുള്ളയുടെ സ്ലീപ്പർ സെല്ലുകളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് വിവരം കിട്ടി എന്നൊക്കെ പറയുന്നു. എന്താണ് ഇത്? പശ്ചിമേഷ്യയിൽ നമ്മൾ കുറെ നാളായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഹമാസിന്റെ കേസ് വന്നപ്പോഴേ പറഞ്ഞു ഒരു യുദ്ധത്തിലേക്ക് ചിലപ്പോൾ പോയേക്കും, ഇറാനൊക്കെ അതിൽ കയറി ഇടപെട്ടു. ഇപ്പം ലബനിലേക്ക് ആക്രമണം വ്യാപിക്കുമ്പോൾ അത് സമ്പൂർണ്ണമായിട്ടൊരു യുദ്ധമായിട്ട് തന്നെ പരിണമിക്കുകയാണ്. ഇതൊരു യുദ്ധം തന്നെയാണ്, ഇതൊരു ആക്രമണമല്ല, യുദ്ധമാണ്. ഇപ്പോൾ എന്തുകൊണ്ട് ഇസ്രായേൽ ഈ യുദ്ധത്തിലേക്ക് തിരിയാൻ കാരണമെന്ന് ചോദിച്ചാൽ, ധനുഷ് നേരത്തെ വെച്ച ആ ചോദ്യത്തിനോട് ഉത്തരവാണ് ഈ പറയുന്നത്. അതായത് കഴിഞ്ഞ കുറെ കാലം, അതായത് 11 മാസക്കാലമായിട്ട് ലെബനന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഈ ഇസ്രായേലിന് ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് ഈ വടക്കൻ ഇസ്രായേൽ പൊതുവെ ശാന്തമായ ഒരു ഇടമാണ്. അവിടേക്കാണ് ഈ ആക്രമണം നടക്കുകയും അവിടെ ഒരു 60,000-ഓളം പേര് അവിടുന്ന് ഷെൽട്ടറുകളിലേക്ക് മാറേണ്ട, അവിടെ കുടിയൊഴിയേണ്ട ഒരു സാഹചര്യം കൂടെ നിലവിൽ വന്നു. കാരണം 11 മാസമായിട്ട് ഇസ്രായേൽ നോക്കിക്കൊണ്ടിരിക്കാം. എന്തുകൊണ്ടാണ് ഈ 11 മാസമായിട്ട് ഇസ്രായേൽ നോക്കിക്കൊണ്ടിരുന്നതെന്ന് ചോദിച്ചാൽ, അവരെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ ടാർഗറ്റ്, ഒന്നാമത്തെ ടാർഗറ്റ് ഹമാസ് ആണ്. ഹമാസിന്റെ ഏരിയകൾ പിടിച്ചെടുക്കുക, അവരുടെ കമാൻഡർമാരെ ഒരു പരിധിവരെ ഇല്ലാതാക്കി ചെയ്തു കഴിഞ്ഞെങ്കിൽ മാത്രമേ അവർക്ക് വേറെ എങ്ങോട്ടെങ്കിലും ഫുൾ സ്കെയിൽ വാറിലേക്ക് നീങ്ങാൻ കഴിയും. അതുകൊണ്ടാണ് അവർ 11 മാസം, 7 മാസമാണ് അവർ ആദ്യം ഫിക്സ് ചെയ്തിരുന്ന ടൈം. 7 മാസം, 7 പിന്നെ അത് 11ലേക്ക് എത്തി. 11ലേക്ക് എത്തുമ്പോൾ ഒരു 2 ആഴ്ചക്ക് മുമ്പ് IDF-ന്റെ സൈനിക മേധാവികൾ, IDF എന്ന് പറയുന്നത് ഇസ്രായേൽ സൈന്യം, അപ്പൊ അവരുടെ മേധാവികൾ പറഞ്ഞ ഒരു പ്രസ്താവന, ഞങ്ങൾ ഗസയിലുള്ള ഹമാസിന്റെ മേലുള്ള ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. അതായത് 90% പ്രദേശങ്ങളും ഗസയിലെ സൈന്യത്തിന്റെ അണ്ടറിലാക്കി. അവരുടെ പ്രധാനപ്പെട്ട തുരങ്കങ്ങളും കാര്യങ്ങളൊക്കെ ചറപറ നശിപ്പിച്ചു, അവരുടെ കേന്ദ്രങ്ങളൊക്കെ നശിപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കി എന്ന് പറയുമ്പോൾ അന്ന് മുതൽ ഈ യഹ്യ കൊല്ലപ്പെട്ടതുള്ള വാർത്തകൾ ചെറുതായിട്ടൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇസ്രായേൽ മാധ്യമങ്ങളും ലബനീസ് മാധ്യമങ്ങളും ചില അറബ് മാധ്യമസും ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നീട് ആണ് അത് ഒന്നുകൂടെ കൺഫേം ചെയ്തിട്ട് വരുന്നു, അത് ഈ യഹിയ കൊല്ലപ്പെട്ടിരിക്കുന്നു. കാരണം ഇസ്രായേലിലെ ഒരു വാക്കിൽ നിന്നാണ് അത് വരുന്നത്. അവർ പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യം കണ്ടിരിക്കുന്നു. അതായത് ഹമാസ് ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു വലിയ ഭീഷണിയല്ല നിലവിൽ. കാരണം അവരെ മാക്സിമം അവരെ അളവ് കുറയ്ക്കാൻ കഴിയും. ഒരിക്കലും ഒരു ഭീകര സംഘടനയെ ലോകത്തുനിന്ന് ഇല്ലാതാക്കാൻ നമുക്ക് കഴിയില്ല, ഒരു ഭീകര സംഘടന. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കാണുന്ന ഭീകരർ എന്ന് പറഞ്ഞാൽ ഈ കയ്യിൽ AK-47, AK-56 ഒക്കെ പിടിച്ചുകൊണ്ട് ഈ ബുള്ളറ്റ് ബെൽറ്റുകളും ധരിച്ച് നിൽക്കുന്ന ഭീകരരെയാണ്. അത് മുകളത്തെ ലെയർ മാത്രമാണ്, അതായത് നമ്മൾ പ്രത്യക്ഷ വിസിബിൾ ആയിട്ട് കാണുന്ന ലെയറാണ്. ഇതിന് താഴെ അനവധി ലെയറുകളുണ്ട്. അതായത് ഈ ഭീകരവാദത്തോട് അനുഭാവം, അതായത് അവർ ഉയർത്തിപ്പിടിക്കുന്ന ആ മുദ്രാവാക്യങ്ങളുടെ അനുഭാവം ഉള്ളവരുണ്ട്, അത് മനസ്സിൽ സൂക്ഷിക്കുന്നവരുണ്ട്. അത് നമ്മുടെ ഇടയിലും ഉണ്ട്, നമ്മുടെ നാട്ടിലും നമ്മുടെ ചുറ്റുപാടും ഒക്കെ ഉണ്ട് അങ്ങനെയുള്ളവർ. പിന്നെ അവരെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നവരുണ്ട്. 10 രൂപയ്ക്ക് 10 രൂപ അവർക്ക് ഒരു സഹായം നൽകുന്നവരുണ്ട്, ജീവകാരുണ്യത്തിന്റെ മറ്റൊന്നിന്റെ പേരിൽ. 3, നമ്മുടെ മനസ്സിലെ ഒരു രാജ്യത്തോടുള്ള ഒരു വ്യക്തിയോടുള്ള ഒരു പക, ആ പകയ്ക്ക് ഇവരാണ് പറ്റിയത് എന്ന് കരുതുന്നുണ്ട്. അങ്ങനെ ഭീകരവാദം എന്ന് പറയുന്നത് സ്ലീപ്പർ സെൽ ഉൾപ്പെടെ അനവധി ലെയറുകളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ അതിന്റെ മുകൾ തട്ടിൽ നമ്മൾ കാണുന്ന ഒരു വിഭാഗം മാത്രമാണ് ഈ ഭീകരന്മാർ എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഭീകരന്മാരെ മുഴുവനായിട്ട് ഏതെങ്കിലും ഒരു രാജ്യത്തിനും ഇല്ലാതാക്കാൻ പറ്റും, ഇപ്പോ ഹിസ്ബുള്ള ആയാലും ഒക്കെ. പക്ഷെ എങ്കിൽ പോലും
ഇവരുടെ താഴെ തട്ടുള്ള ലെയറുകൾ കളയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ ഭീകര പ്രവർത്തനത്തെ നമുക്ക് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ കഴിയില്ല. പകരം ഇപ്പൊ ഇസ്രായേൽ എന്താണ് ചെയ്തത്? ഹമാസിനെ അവർ ഭയങ്കരമായി അറ്റാക്ക് ചെയ്തു. ഇനി ഹമാസ് ഉയർന്നു വരണമെങ്കിൽ കുറഞ്ഞതൊരു 1.5 വർഷമെങ്കിലും മിനിമം അവർക്കൊരു ഒരു 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 ചെറിയ രീതിയിലുള്ള അറ്റാക്കിന് നടക്കാം. അതുകൊണ്ടാണ് ഉം. ഹമാസിന്റെ ഒരു പ്രസ്താവന കുറച്ച് നാൾക്ക് മുമ്പ് വന്നിരുന്നു. ഞങ്ങൾ ഇനി മുതൽ ചാവേർ ആക്രമണത്തിനാണ് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. ഉം. അത് പറഞ്ഞതിന് ശേഷം വെസ്റ്റ് ബാങ്കിലും മറ്റുമൊക്കെ ചില ചാവേറുകൾ പൊട്ടിത്തെറിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതായത് ചാവേർ എന്ന് ഉം. വെച്ചാൽ അവരുടെ അവസാനത്തെ ആളുകളും ഇറങ്ങിത്തിരിക്കുന്നു. അതാകുമ്പോഴത്തേനും വലിയ ഒരു പണച്ചെലവിന്റെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അവർക്ക് വലിയൊരു എന്താ പറയുന്നത്, വലിയ രീതിയിലുള്ള അറ്റാക്കിന്റെ ഒന്നും കാര്യമില്ല. പോകുന്നു, എവിടെങ്കിലും നിന്ന് പൊട്ടിത്തെറിക്കുന്നു, ഇല്ലെങ്കിൽ ഇപ്പം ഈ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ചെയ്യുന്ന പോലെ കത്തിക്കുത്ത് നടത്തുന്നു. ഇത് ഇങ്ങനെയുള്ള ഒരു അറ്റാക്കിലേക്ക് അവർ നീങ്ങാനുള്ള സാധ്യതയെ കാണുന്നുള്ളൂ ഇനി ഇപ്പോഴത്തെ ഉം. സാഹചര്യം. ഒരു പക്ഷെ ഭാവിയിൽ അവർ വീണ്ടും കരുത്താർജിച്ച് വന്നേക്കാം. അപ്പോൾ അത് അവരുടെ തീർന്നു. ഇനി അവർക്ക് തീർക്കേണ്ടത് ഹിസ്ബുള്ളയാണ്. ഹിസ്ബുള്ള തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രം തെക്കൻ ലെബനനിൽ അടിക്കുന്നത്. ഒന്ന് ആലോചിക്കണം, വടക്കൻ ലെബനനിലേക്കാണ് ഈ ഹിസ്ബുള്ളയുടെ ആക്രമണം പോകുന്നത്. ഇസ്രായേൽ അടിക്കുന്നത് തെക്കൻ ലെബനനിലാണ്. ഇപ്പൊ തെക്കൻ ലെബനനും കഴിഞ്ഞ് ഉം. കിഴക്കൻ ലെബനനിലേക്ക് അവർ ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുന്നു. ഉം. 1600 കേന്ദ്രങ്ങൾ ഇതുവരെ അവർ നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ അവർ ചെയ്യുന്ന കാര്യം, ഈ ആളുകളുടെ മൊബൈലിലേക്ക് മെസ്സേജും കോളുകളും ചെയ്യുന്നു. അത് അജ്ഞാത നമ്പറിൽ നിന്നല്ല അവർ ചെയ്യുന്നത്, ഹിസ്ബുള്ള ഉം. നേതാക്കളുടെ നമ്പറിൽ നിന്ന് തന്നെ ചെയ്യുന്നത്. ഹിസ്ബുള്ള നേതാക്കളുടെ അത് പേര് ശരി. സഹിതമാണ് അവർ ചെയ്യുന്നത്. ഈ പേജറും മറ്റുമൊക്കെ ഉം. പൊട്ടിത്തെറിക്കാനുണ്ടായ പ്രധാന കാരണം അങ്ങനെയായിരുന്നു. ഈ പേജർ ഉം. എല്ലാവരും ഓണാക്കാനുള്ള കാരണം എന്തായിരുന്നു എന്ന് ചോദിച്ചാല്, ഇതിനകത്ത് ഹിസ്ബുള്ള നേതാക്കളുടെ സന്ദേശം എന്നുള്ള രീതിയാണ് ഈ വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താണ് ഹിസ്ബുള്ള നേതാക്കൾ പറയുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ എടുത്ത് പ്രസ് ചെയ്യുന്നത്. അപ്പോഴാണ് ഈ പൊട്ടിത്തെറിക്കുന്നതും ഒക്കെ. അപ്പോ അത്തരത്തിൽ തന്നെയാണ് അവരുടെ മെസ്സേജ്. അതിനൊരു കാര്യമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം IDF മേധാവി നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം, അത് ഒരു പ്രസ് മീറ്റാണ്, പ്രസ് മീറ്റ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, അത് അവരുടെ ഈ വാർ റൂമുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ അപ്പോഴപ്പോഴുള്ള അപ്ഡേറ്റ്സുകൾ അവർ കൊടുക്കാറുണ്ട്. അപ്പൊ അതിനകത്ത് അദ്ദേഹം കുറെ ചിത്രങ്ങളും വീഡിയോസും കാണിച്ചിരുന്നു. അപ്പൊ അവിടെ ഈ ലെബനനിലുള്ള വീടുകളുടെ മച്ചുകളിലും മറ്റുമാണ് ഈ റോക്കറ്റ് ലോഞ്ചറുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. അത് ഓ. വീടുകളെല്ലാം തന്നെ ഒരു സൈനിക ഡിപ്പോകളാണ്. അതായത് ഹമാസ് ചെയ്ത ഉം. അതേ പണി തന്നെ. ഇപ്പൊ ഓരോ വീട്ടിലും വെച്ചിട്ട് ചില വീടുകൾ കേന്ദ്രീകരിച്ച് അവിടെ നിന്ന് ഈ റോക്കറ്റ് വിടാനുള്ള സംവിധാനങ്ങൾ, ഒപ്പം തന്നെ ഉം. അവരുടെ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ, ഇതൊക്കെയാണ് ഒരു വീടിന്റെ ഒരു റൂമോ ഇല്ല മച്ചോ ഇവരാക്കുന്നത്. അപ്പം ഈ ഉം. ഇസ്രയേലി ആക്രമിക്കുന്നത് മുഴുവൻ അവർ വെറുതെ വാരി വലിച്ച് ബോംബിടുകയല്ല ചെയ്യുന്നത്. അങ്ങനെ ഒരു രാജ്യവും ചെയ്യാറില്ല. അവർ കൃത്യമായ ടാർഗറ്റ് നേരത്തെ തന്നെ ഫിക്സ് ചെയ്ത് എവിടേക്കാണ് ഈ ഉം. ആയുധങ്ങൾ ഇരിക്കുന്നത് കണ്ടെത്തിയതിന് ശേഷം മാത്രമാണ്. കാരണം അത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡിഫൻസ് വാർത്തകളും ഈ വാർ ന്യൂസുകളും ഒക്കെ ചെയ്യുന്ന അനവധി ഓൺലൈനുകളുണ്ട്. നമ്മൾ അതിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് തന്നെ എങ്ങനെയാണ് ഇവർ ഇതിനകത്ത് ഇത് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ടാണ് ഉം. പറയുന്നത്, അവരാദ്യം തന്നെ പറയുന്നത്, നിങ്ങൾ ഇവരുടെ ഭാഗമാകരുത്, നിങ്ങൾ ഉം. അങ്ങനെയുള്ളിടത്തുനിന്ന് നിങ്ങൾ ഒഴിഞ്ഞു പോവുക, ഒന്നുകിൽ അവരെ അടുപ്പിക്കാതിരിക്കുക, നിങ്ങൾ ഒഴിഞ്ഞു പോവുക എന്നുള്ള ഒരു മെത്തേഡിലേക്ക് കൊണ്ടുവന്നു. നമ്മുടെ നാട്ടിലും ഇത് നടത്തിയിട്ടുണ്ട് ഈ സാധനം. നമ്മുടെ ജമ്മു കാശ്മീരിലൊക്കെ ഈ സാധാരണപ്പെട്ടവരുടെ വീടുകളിലാണ് ഈ ഭീകരർ ഒളിച്ചു താമസിക്കുന്നത് മറ്റും. പക്ഷെ നമ്മുടെ കേന്ദ്ര ഉം. സർക്കാർ പുതിയ നടപടികളിലേക്ക് കടന്നപ്പോഴാണ് ഇത് ഇല്ലാതായത്. കാരണം അങ്ങനെ ആരെങ്കിലും ഒളിച്ചു താമസിപ്പിച്ച് അവന്റെ വീട് തന്നെ ഇടിച്ചങ്ങ് നിരത്തുക, വീട് സർക്കാരിലേക്ക് കണ്ടുകെട്ടും, അവനെയും പൊക്കി അകത്തിടും. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ നാട്ടിൽ കാശ്മീരിലടക്കം അത് ഇല്ലാതായത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കാശ്മീരിൽ അത് ചെറിയൊരു അളവ് മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും ഉം. വീട് കേന്ദ്രീകരിച്ച് നിൽക്കുക, ഈ വീട്ടുകാരുടെ നാട്ടുകാരുടെ സഹായത്തോടെ ധീരപ്രവർത്തനം. ഇപ്പം അങ്ങനെ സഹായിക്കുന്നവരുടെയൊക്കെ വീടുകളും പറമ്പുകളും ഇടിച്ചു നിർത്താൻ, അവന് മൊത്തം വസ്തുവും പിടിച്ചെടുക്കാൻ, അവനെ പൊക്കി അകത്തിടാൻ തുടങ്ങിയപ്പോൾ നാട്ടുകാർ സഹകരിക്കാതായി. അവിടെയാണ് ഇപ്പൊ കാശ്മീർ ഉം. സംഭവിക്കുന്നത്. ഇപ്പൊ അതുകൊണ്ടാണ് അവർ ഈ വനപ്രദേശത്തേക്ക് മാറാനുള്ള കാരണം. പക്ഷെ ഈ ലെബനൻ അങ്ങനല്ല, ഒരു രാജ്യമാണ്. അവിടുത്തെ സൈന്യം തന്നെ ഹിസ്ബുള്ളയാണ്. അപ്പൊ അവര് ഉം. ഇത് നേരത്തെ തന്നെ എല്ലായിടത്തും വെച്ചിരിക്കും. അവിടെയാണ് ഈ അറ്റാക്ക്. കാരണം അവരെ ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ പറയുന്ന 60,000 പേരെ വടക്കൻ ഇസ്രായേലികളെ അവിടെ കുടിയിരുത്തിയേ പറ്റൂ അവർ. കാരണം ഇത്രയും ഒരു ഉം. വലിയ എന്താ പറയുന്നത്, ഒരു കുടിയേറ്റം എന്നല്ല, ഈ കുടിയൊഴിഞ്ഞവർക്ക് ഒരു വലിയ ഒരു തലവേദന, അവരെ എവിടെയെങ്കിലും സുരക്ഷിതമായി ഇരുത്തിയേ കഴിയും. രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഇവർ ഈ ഇസ്രായേലിൽ നിന്നും തലവേദന സൃഷ്ടിക്കുന്ന ബൗണ്ടറീസ് ഉണ്ട് കുറെ അധികം, ഈ ലെബനൻ ഇസ്രായേൽ ബൗണ്ടറി. ആ ബൗണ്ടറീസ് ചിലത് പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. അവര് എന്തുകൊണ്ടാണ് പലസ്തീനെതിരെ അല്ല ഈ ആക്രമണം മുഴുവൻ അവർ നടത്തുന്നത്? അതാണ് ഇവിടെ ഈ ഉം. ആൾക്കാർ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പലസ്തീൻ ഇസ്രായേൽ യുദ്ധമാണ്. പലസ്തീനുമായിട്ട് യാതൊരു ബന്ധവും അതിനില്ല. പകരം ഗാസ ഉം. സ്ട്രിപ്പിൽ നടക്കുന്ന, ഗാസ സ്ട്രിപ്പ് പിടിച്ചെടുക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ഫൈറ്റ് മാത്രമാണ്. ഇപ്പൊ ഏതാണ്ട് അതിനകത്ത് അവർ വിജയിച്ചു. ഗാസ സ്ട്രിപ്പ് അവരുടെ കയ്യിലേക്ക് പൂർണ്ണമായിട്ട് എത്തിക്കഴിഞ്ഞാൽ അവർ സേഫായി ഇസ്രായേലിൽ. ഉം. കാരണം അവിടെ നിന്ന് ഉം. ആണ് ഏറ്റവും കൂടുതൽ അറ്റാക്ക് അവർക്ക് വരുന്നത്. അതുവഴിയാണ് ആയുധങ്ങളും കാര്യങ്ങളും കടന്നു വരുന്നത്. അത് അവർക്ക് ഉം. ബ്ലോക്ക് ചെയ്യിക്കാൻ പറ്റും. ഇപ്പൊ ലെബനനിലും സമാനമായി ചില ഏരിയാസുകളുണ്ട്, ചില ഗ്രാമങ്ങളുണ്ട്. അതിനെ പൂർണ്ണമായിട്ട് ഇവരുടെ കൈപ്പിടിയിൽ ഒതുക്കുക എന്നുള്ളത്. പിന്നെ ഇതിനകത്ത് ഒരു വലിയ ലക്ഷ്യം ഇസ്രായേൽ മനസ്സിൽ ഉണ്ട്. അതിപ്പം ഇന്ത്യക്കും ഉണ്ട് അങ്ങനത്തെ ലക്ഷ്യം. നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് വെച്ചാൽ അഖണ്ഡ ഭാരതം. ഉം. അപ്പൊ അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ വിശാല ഇസ്രായേൽ എന്നാണ് അവരുടെ ലക്ഷ്യം. അത് ഒരു ലക്ഷ്യമാണ്, ഒരു രാജ്യത്തിന്റെ ഒരു ലക്ഷ്യം. ചിലപ്പോൾ ഒരു പക്ഷേ പാകിസ്ഥാനോട് ചോദിച്ചാൽ പാകിസ്ഥാനിക്ക് എന്തെങ്കിലും ലക്ഷ്യങ്ങൾ കാണാതിരിക്കത്തില്ല. ചൈനയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ മംഗോളിയൻ വംശജരെല്ലാം കൂടെ ഉൾപ്പെടുന്ന ഒരു വലിയ രാജ്യമാണ്, പഴയ മംഗോളിയൻ രാജവംശം. അതായത് ഈ സിംഗപ്പൂർ, തായ്വാന്, നമ്മുടെ മണിപ്പൂർ, ലഡാക്ക് അങ്ങനെ കയറി
തിരിഞ്ഞു ഓ വരുന്ന ഒരു വലിയ സ്വപ്നമാണ് അവരുടെ. ഓരോ രാജ്യങ്ങൾക്കും ഓരോ സ്വപ്നമുണ്ട്. ഇപ്പൊ ഓരോ മനുഷ്യർക്കും ഓരോ സ്വപ്നമില്ലേ? വലിയ വലിയ എന്തൊക്കെ സ്വപ്നങ്ങളില്ല, അതേപോലെ സ്വപ്നങ്ങൾ മാത്രമാണ്. അപ്പോ ഇതാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. ഇതൊരു ആത്യന്തികമായ ഒരു യുദ്ധം എന്ന് പറയാം. 2006 ഇതിനു മുമ്പ് ഏറ്റവും വലിയ ഒരു യുദ്ധം അവിടെ നടന്നത്. അപ്പൊ ഉം. പക്ഷെ ഇത് അതിനേക്കാൾ വളരെ രൂക്ഷമാണ്. കാരണം ഈ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇനി ഒരു അടിക്ക് അവർക്ക് താല്പര്യമില്ല. ഒറ്റ അടിക്ക് ഇത് മുഴുവൻ തീർത്തു കഴിഞ്ഞാൽ അവർക്ക് സമാധാനത്തോട് മുൻപോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. ഓക്കെ. അപ്പൊ ഈ കട്ടായി പോയോ? നടക്കുന്ന ആ ഇല്ല ഇല്ല ഈ നടക്കുന്ന യുദ്ധങ്ങളെ നമുക്ക് ആ രീതിയിൽ കാണാം. ഇത് ഫുൾ സ്കെയിൽ വാർ തന്നെയാണിത്. ഇത് നമ്മൾ ഉം. പറയുന്നത് ഇസ്രായേലിന്റെ മാത്രം ആക്രമണങ്ങളാണ് നമ്മൾ പലരും റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇസ്രായേലിന്റെ മാത്രം ആക്രമണമല്ല, ഇസ്രായേലിന്റെ നഗരങ്ങളിലേക്ക് ഹിസ്ബുള്ള വലിയ രീതിയിൽ തന്നെ ആക്രമണം നടത്തുന്നുണ്ട്. അത് പലപ്പോഴും നമ്മൾ ഉം. വാർത്തയാക്കുന്നില്ല എന്നേ ഉള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ കാണാതെ പോകുന്നേ ഉള്ളൂ. ഇസ്രായേലിന്റെ ഉം. സൈനിക ഡിപ്പോയുടെ നേർക്കും ഒപ്പം തന്നെ ഇസ്രായേലിന്റെ വൻ നഗരങ്ങൾക്ക് നേർക്കും ഹിസ്ബുള്ള വലിയ രീതിയിൽ തന്നെ ആക്രമണം നടത്തുന്നുണ്ട് അവര്. പക്ഷെ ഉം. ഇവര് വിടുന്ന മിസൈലിന്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അവര് ചെറിയൊരു ടീം അല്ല. ഹിസ്ബുള്ള എന്ന് നമ്മൾ പറയുമ്പോൾ അവർ വെറും അവരുടെ ഇപ്പൊ പേജർ സംവിധാനം തകർന്നതോടുകൂടി അവരെ നമ്മൾ ചെറുതാക്കി കാണുന്നുണ്ടെങ്കിലും ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ ചെറിയ പുള്ളികളല്ല അവര്. അവര് വളരെ അതിനുശേഷം ശക്തമാണ്. കാരണം ഇറാൻ ഇതെങ്ങനെ നോക്കിക്കാണും? ഇറാനാണ് ഹിസ്ബുള്ളെ ഫണ്ട് ചെയ്യുന്ന ഒരു ടീം എന്ന് പറയുന്നത്. ഇറാൻ ഇപ്പൊ ഒതുങ്ങിയോ? അല്ല, ഇറാന്റെ പ്രസിഡന്റിന്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. ഏറ്റവും പുതിയ പ്രസ്താവന, മസൂദിന്റെ പ്രസ്താവന വന്നു. ഉം. അദ്ദേഹം അതിൽ പറയുന്നത് ഉം. ഇത് ഇസ്രായേലിന്റെ കെണിയാണ് ഞങ്ങളെ കൂടെ വലിച്ചഴക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് ഓ, അയാൾ പറയുന്നത്. അദ്ദേഹം പറയുന്ന അതായത് കാര്യം ഞങ്ങള് ഹനിയ ചത്താലും കൊല്ല അടിക്കൂലടാ, നിങ്ങൾ ഉദ്ദേശിക്കേണ്ട. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഡയലോഗ് ഇതാണ്: ഹനിയെ കൊല്ലപ്പെട്ടപ്പോഴും ഞങ്ങൾ ആത്മസംയമനം പാലിച്ചു, ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകണ്ടെന്ന് കരുതിയിട്ട് തന്നെയാണ്. പക്ഷെ ഇസ്രായേൽ ആത്മസംയമനമാണോ ഞങ്ങളെ ഇപ്പം പാലിച്ചത്? അത് ശരി. അപ്പം ഇസ്രായേൽ അല്ലാതെ ഞങ്ങളെ അടി കിട്ടുമെന്ന് ഈ പേടിച്ചിട്ടല്ല. മനഃപൂർവ്വം അല്ല, ഇസ്രായേൽ ഞങ്ങളെ വീണ്ടും യുദ്ധത്തിലേക്ക് വലിച്ചടയ്ക്കുന്നു. അതങ്ങനെ പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവരതിന് പറയുന്ന ലോജിക്ക് ഈ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പൊളിറ്റിക്സ് ഈ യുദ്ധം കഴിയുന്നതോട് തീരും, അതുകൊണ്ട് അദ്ദേഹം ആ യുദ്ധം ഉം. നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, യുദ്ധം നീണ്ടു ഉം. നിൽക്കുന്നിടത്തോളം കാലം ഈ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സീറ്റ് സ്ട്രോങ് ആയിരിക്കും എന്ന് പറയുന്നവരുണ്ട്. ഉം. ഇപ്പൊ ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളെ കൂടെ ഇപ്പൊ ഈ ഹിസ്ബുള്ളെ ആക്രമിക്കുന്നതിലൂടെ, കാരണം ഈ ഇറാന്റെ സഖ്യസേനയാണല്ലോ ഹിസ്ബുള്ള, അപ്പൊ ഹിസ്ബുള്ളെ ഉം. ആക്രമിക്കുന്നതോടെ ഞങ്ങളെയും കൂടെ യുദ്ധത്തിലേക്ക് വലിച്ചിടാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നതെന്നാണ് ഇറാൻ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ഇന്നലെ പുറത്തു വന്ന ഉം. പ്രസ്താവനയിൽ ഇറാൻ പ്രസിഡന്റ് പറയുന്നത്. അപ്പോ അവര് യുദ്ധം എന്നിട്ട് അവർ പറയുന്നുണ്ട് ചിലപ്പോൾ ഞങ്ങൾ പ്രതികരിക്കാൻ തയ്യാറാകും ഇങ്ങനെ പോയാൽ. പക്ഷെ പ്രതികരിക്കാൻ യാതൊരു സാധ്യതയില്ല. കാരണം ഉറപ്പില്ല. ഇറാൻ ഇതിനകത്ത് ഇറങ്ങില്ല. അവര് ഇറങ്ങത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇസ്രായേൽ ചിലപ്പോൾ ഒരുപക്ഷെ ശ്രമിക്കുന്നത് അത് തന്നെ ആയിരിക്കും. ഇറാൻ വന്നു കഴിഞ്ഞാൽ ഒരു ഫുൾ സ്കെയിൽ വാറിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഉം. പശ്ചിമേഷ്യയുടെ ഒരു പ്രധാന കേന്ദ്രമായിട്ട് ഇസ്രായേൽ മാറും. കാരണം ഉം. യൂറോപ്യൻ യൂണിയൻസ് എല്ലാം ഈ ഇസ്രായേലിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും. കാരണം യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ഇസ്രായേൽ മുൻകൈ എടുക്കണമല്ലോ. അപ്പൊ ഉം. സ്വാഭാവികമായി ഇസ്രായേലിന് ഒരുപാട് ബെനിഫിറ്റുകൾ കിട്ടും. അതുകൊണ്ട് ആയുധങ്ങൾ കിട്ടും, ഉം. പണം കിട്ടും, ഒപ്പം തന്നെ അവരുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ട് അവർക്ക് മെച്ചം ഉണ്ടാകാൻ പറ്റും. പക്ഷെ ഇപ്പൊ ഒരു ഫുൾ ഉം. സ്കെയിലിലേക്ക് അത് പോകാൻ ഇറാൻ ഇസ്രായേൽ ഒരു വാറിലേക്ക് നീങ്ങില്ല, എന്തായാലും കാര്യം അത് 100% ഉറപ്പാണ്. ഇപ്പോൾ നടക്കുന്നത് ഉം. ഹിസ്ബുള്ളയാണ്, ലെബനനിലുള്ള ഇതാണ്. അത് അവർ നേരത്തെ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. അവർ ഈ 11 മാസം വെയിറ്റ് ചെയ്ത് തന്നെ ഇങ്ങനെ വലിയൊരു അടിക്ക് വേണ്ടിയിട്ട് തന്നെയായിരുന്നു. കാരണം ഹമാസിനെ ഉം. തീർന്നതിന് ശേഷം അടുത്ത അവരെ തീർക്കുക എന്നുള്ളതാണ്. ഹിസ്ബുള്ള എന്തായിരുന്നാലും ഇപ്പൊ പ്രതീക്ഷിച്ച പോലെ തുടർച്ചയായി മറ്റുള്ള ഇതും വന്നിട്ടുമില്ല. ഉം. തുടർച്ചയായി ഹിസ്ബുള്ളക്ക് മറ്റു തുടർച്ചയായി സഹായങ്ങൾ പ്രഹരം. കിട്ടിയിട്ടില്ല. അതെ അതെ അതെ, ഹിസ്ബുള്ളക്ക് മറ്റു സഹായം കിട്ടിയിട്ടില്ല. ഇപ്പൊ ത- ഇസ്രായേലിന്റെ കൂടെ അമേരിക്ക വന്ന് ജോയിൻ ചെയ്യുന്നു എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. അമേരിക്ക എപ്പോഴും പറയുന്നത് ഇസ്രായേൽ എവിടെയെങ്കിലും ഒരു ആക്രമണം, അല്ലെങ്കിൽ ഇസ്രായേൽ നേരെ ഒരു ആക്രമണം ഇസ്രായേൽ തിരിച്ചടിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരോട് സംയമനം പാലിക്കാൻ പറയുകയും ചെയ്യും. അതേസമയം ഇസ്രായേൽ ഒരു സൈഡിൽ നിന്ന് അടിച്ചു തുടങ്ങുമ്പോൾ അമേരിക്ക അവരുടെ കൂടെ ഒന്ന് ജോയിൻ ചെയ്ത കാഴ്ചയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഹമാസുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അമേരിക്കയാണല്ലോ സിറിയയിലെ ഹൂതി വിമതർക്ക് നേരെ അവരുടെ എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന പടക്കപ്പൽ കൊണ്ടിട്ടിട്ട് ആയുധങ്ങൾ തൊടുത്തു വിട്ടുകൊണ്ടിരുന്നത്. ഇപ്പോ ഇസ്രായേൽ വ്യോമാക്രമണത്തിന്റെ കൂടെ അമേരിക്ക കൂടെ ജോയിൻ ചെയ്ത് അമേരിക്കന്റെ ഒരു വിഭാഗം ട്രൂപ്പ് ഇസ്രായേലിലേക്ക് പോയിട്ടുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഹിസ്ബുള്ളയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇപ്പൊ നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഹിസ്ബുള്ള ഇതുവരെ കാണാത്ത ഒരു തിരിച്ചടി. ഇതോടുകൂടി ഏകദേശം ഹിസ്ബുള്ള തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കമില്ല. കാരണം ഹമാസിനെ ഇസ്രായേൽ തീർത്തു കഴിഞ്ഞു. ഇനി ഹമാസിന് ഒരു തലവനില്ല, ഇനി ഒരു തലവൻ ഉണ്ടായി വരണം ഹമാസിന്. അതുവരെ ഹമാസ് ചത്തതുപോലെ കിടക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹമാസിനെ ഇനി അതിനകത്ത് നിന്ന് ഒരു തലവൻ പറഞ്ഞു. അതുപോലെ ഹിസ്ബുള്ളയുടെ 300 ശക്തി കേന്ദ്രങ്ങളിലാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു യുദ്ധം തന്നെയാണ്, യുദ്ധത്തിലേക്ക് പോയി എന്നല്ല, യുദ്ധം തന്നെയാണ് എന്നാണ് യുദ്ധമാണിത്. പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതൊരു യുദ്ധം തന്നെയാണ്. കാരണം അത്രയ്ക്ക് മരണസംഖ്യ ഓരോ ദിവസവും ഉയർന്നുകൊണ്ടേയിരിക്കണം. കഴിഞ്ഞ ദിവസം തന്നെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ 274 മരണമാണ് അവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ദിവസം ഒരു രാത്രിയിൽ 274 മരണമാണ്. ഇതോടുകൂടി മൊത്തത്തിലുള്ള മരണസംഖ്യ
492 കടന്നു എന്ന് പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും വരുന്ന ദിവസങ്ങളിലല്ല, വരുന്ന മണിക്കൂറുകളിൽ ഇസ്രായേൽ വീണ്ടും വീണ്ടും ആ, ആ, ലെബനോണിനുള്ളിലേക്ക് കൂടുതൽ കയറി അടിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതിന്റെ ഇടയിൽ ഹിസ്ബുള്ളയും 2-3 മിസൈലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അയക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് വാർത്താ പ്രാധാന്യം കിട്ടാത്ത രീതിയിൽ ഇസ്രായേൽ തകർത്ത് കളയുന്നത് കൊണ്ടാണ്. പക്ഷെ ഇസ്രായേൽ തിരിച്ചടിക്കുമ്പോൾ 20 അടിയാണ്, അതുകൊണ്ടാണ് അത് വലിയ വാർത്താ പ്രാധാന്യമായിട്ട് കിട്ടുന്നത്. ഓക്കെ വിചേട്ടാ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.